അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ, അങ്ങേ ആഗ്രഹിക്കുന്നു ഞങ്ങൾ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ, അങ്ങേ ആഗ്രഹിക്കുന്നു ഞങ്ങൾ. യാഹേ യാഹേ അങ്ങൻ ദൈവം എന്നുമേ. യാഹേ യാഹേ അങ്ങൻ ദൈവം എന്നുമേ. അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ, അങ്ങേ ആഗ്രഹിക്കുന്നു ഞങ്ങൾ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ, അങ്ങേ ആഗ്രഹിക്കുന്നു ഞങ്ങൾ, അങ്ങേ ആഗ്രഹിക്കുന്നു ഞങ്ങൾ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യമാണ്. ശ്രദ്ധിക്കാം. പറയുന്നത് നിങ്ങൾ അല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. ഈ ഒരു വചനം ഭയങ്കര അനുഗ്രഹമാണ്. ചില പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ എന്ത് അതിൽ നിന്ന് സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ പറയാണ്, നിങ്ങളെ പിടിച്ച് പലയിടത്തും നിർത്തും. ആ സമയം ചിലപ്പോൾ നിങ്ങൾ സംസാരിച്ചാൽ അത് ഭയങ്കര പ്രശ്നങ്ങളാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ സമയം നിങ്ങളല്ല, ആമേൻ, നിങ്ങളിലൂടെ പിതാവിൻ്റെ ആത്മാവ് സംസാരിക്കും. ആമേൻ. ഓ ഹല്ലേലൂയ. ചില സമയത്ത് നിങ്ങൾക്ക് വെളിപ്പെടുന്ന ആൻസറുകൾ കേട്ട് നിങ്ങൾ പോലും ഞെട്ടും. എൻ്റെ ലൈഫിലും ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്തു പറയണമെന്ന് ഭാരപ്പെട്ട സമയത്ത് ഞാൻ പോലും അറിയാത്ത ഉത്തരങ്ങൾ എൻ്റെ നാവിൽ തന്നു. എന്ത് പ്രസംഗിക്കണമെന്ന് അറിയാത്ത സമയത്ത് ഞാൻ പോലും ചിന്തിക്കാത്ത പ്രസംഗങ്ങൾ എൻ്റെ നാവിൽ തന്നു. എന്ത് പറഞ്ഞവരെ ആശ്വസിപ്പിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ പോലും അറിയാത്ത ആശ്വാസത്തിൻ്റെ വചനങ്ങൾ, ഉത്തരത്തിൻ്റെ വചനങ്ങൾ കർത്താവ് തന്ന് എത്രയോ വട്ടം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നത് പറയുമ്പോൾ ചില വിഷയത്തിനകത്ത് നിങ്ങൾക്ക് മറുപടികളില്ലായിരിക്കും. പക്ഷെ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. കർത്താവിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ലഭിക്കും. സ്തോത്രം. ദൈവം നിങ്ങളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിനകത്ത് ദൈവം നിങ്ങളോട് ഇടപെടുക എന്നാണ്. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ദൈവം പ്രവർത്തിക്കത്തില്ലേ? ഉറപ്പായിട്ടും. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു ദൂത് പറയുന്നു, ദൈവം സംസാരിക്കുകയും ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങളോട് സംസാരിച്ച് തുടങ്ങിയാൽ ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിച്ചു തുടങ്ങും. ഈ ദിനങ്ങളിൽ ചില ദൈവികമായ സംസാരങ്ങൾ നിങ്ങളുടെ മേലുണ്ടാകും. അപ്പോൾ തന്നെ ചില ദൈവികമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മേലുണ്ടാകും. തക്ക സമയത്ത് ഉത്തരങ്ങൾ കിട്ടാൻ പോവുകയാണ്. ചില എന്ത് സംസാരിക്കണം, എങ്ങനെ ആ വിഷയത്തെ നേരിടണം, എങ്ങനെ അതിൽ നിന്ന് പുറത്തു വരണം എന്ന് ആകുലപ്പെട്ട് നിങ്ങളിരിക്കല്ലേ? കർത്താവ് അതിനകത്തൊരു സൊല്യൂഷൻ, ഒരു വേർഡ്, ഒരു റീമ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവശബ്ദം ഉണ്ടാവും. ചില വാക്കുകൾ ചില പ്രശ്നങ്ങളെ പൂർണ്ണമായി സോൾവ് ചെയ്യും. നിങ്ങളെ തകർക്കുവാൻ വേണ്ടി നിങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്ന ചിലയിടത്തു നിന്ന്, നിങ്ങൾക്ക് വിരോധമായി പല തെളിവുകളും രേഖകളും ഉള്ള ഇടത്തു നിന്ന്, നിങ്ങൾക്ക് ലഭിക്കേണ്ട പല നന്മകളും ലഭിക്കാത്ത നിലകളിലുള്ള സാഹചര്യത്തിൽ നിന്ന് ദൈവം തന്നെ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച്, നിങ്ങളോട് സംസാരിച്ച് ചില വിഷയങ്ങൾ സോൾവ് ചെയ്ത് ഒരു പോറൽ പോലുമില്ലാതെ തീക്കകത്ത് നിന്ന് ചന്ദ്രക്ക് മേശക്ക് അഭേദന പുറത്തു വന്നപ്പോൾ
തീയുടെ മണം പോലുമില്ലാതെ പുറത്തു വന്നതുപോലെ ചില പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. ചില ട്രാപ്പുകളുടെ അകത്ത് നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. കർത്താവ് അത് സംസാരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങളിലൂടെ തന്നെ സംസാരിക്കും, മറ്റുള്ളവരോട് സംസാരിക്കും, നേരിട്ട് സംസാരിക്കും. ഇത് ദൈവം സംസാരിക്കുന്ന സമയം. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിന് നന്ദി പറയും. കർത്താവേ, ഈ വചനം കേൾക്കുന്ന ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഇവരുടെ ജീവിതത്തിൽ ആയിരിക്കുന്ന പ്രതിസന്ധികളിൽ, കർത്താവേ, ഇവരായിരിക്കുന്ന പ്രശ്നങ്ങളിലെല്ലാം എന്ത് ചെയ്യണം, എങ്ങനെ പറയണം, എന്ത് സംസാരിക്കണമെന്ന് അറിയാതെ ഇരിക്കുമ്പോൾ പിതാവേ, അങ്ങയുടെ ആത്മാവ് ഇവരിലൂടെ സംസാരിച്ച് ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വരുത്തുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, ദൈവികമായ പരിജ്ഞാനത്താൽ ഇവരെ നിറച്ച് കർത്താവ് ഇവരുടെ നാവിനെ ദൈവത്തിൻ്റെ നാവാക്കി മാറ്റുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഹല്ലേലൂയ. കർത്താവേ, ഇവരെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളിൽ നിന്നും പുറത്തെടുത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേണ്ടിയുള്ള ചില ദൈവശബ്ദങ്ങൾ ഇവരുടെ നാവിൽ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. ഇവർക്ക് വേണ്ടിയുള്ള ചില വിടുതലിൻ്റെ ശബ്ദങ്ങൾ ഇവരുടെ നാവിൽ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ചില അധികാരികളോട് സംസാരിപ്പാൻ ഉള്ള ജ്ഞാനം വിശേഷമായി ദൈവം ഇവർക്ക് കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ചില സ്ഥലത്ത് നിന്ന് കർത്താവെ പുറത്തു കൊണ്ടുവരുന്ന വളരെ ശക്തിയേറിയ ദൈവശബ്ദങ്ങൾ ദൈവം ഇവരുടെ നാവിൽ നിന്ന് വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇവർക്ക് വിരോധമായി ശക്തന്മാരുണ്ടെങ്കിലും ദൈവം ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഇവർ ഇന്ന് കടന്നു പോകുന്ന പ്രശ്നങ്ങളിൽ നിന്നും രോഗത്തിൽ നിന്നും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഒരു സൗഖ്യമാകട്ടെ. ആരോഗ്യത്തോടെ, സമാധാനത്തോടെ, ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം അവർക്ക് അനുഗ്രഹമാകണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.